നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ കൃഷ്ണ പ്രഭാകരൻ. ഞാൻ വൈദ്യ ഹെൽത്ത് കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പഞ്ചകർമ്മ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. എപ്പോൾ ആയുർവേദത്തെ പറ്റി സംസാരിച്ചാലും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വാക്കാണ് പഞ്ചകർമ്മം. എന്നാൽ എന്താണ് ഈ പഞ്ചകർമ്മം എന്ന് അത്ര എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ല. അപ്പം അതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആയുർവേദ ശാസ്ത്രപ്രകാരം നമ്മുടെ ഋതുക്കളിൽ വരുന്ന മാറ്റങ്ങൾ, കാലത്തിൽ വരുന്ന മാറ്റങ്ങൾ, സമയത്തിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഭക്ഷണശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ നമ്മുടെ ദിനചര്യയിൽ വരുന്ന മാറ്റങ്ങൾ, ജീവിതചര്യയിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങളിലും നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളിൽ ചില ഇംബാലൻസുകൾ സംഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഈ ദോഷങ്ങളെന്ന് പറയുന്നത് വാതം, പിത്തം, കഫം എന്നിങ്ങനെ പ്രധാനമായിട്ടുള്ള 3 ദോഷങ്ങളാണ്. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ ആധാരമായിട്ട് നമ്മുടെ ആയുർവേദത്തിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ ഇംബാലൻസ്, ഈ ദോഷങ്ങളുടെ ഇംബാലൻസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറച്ച് ടോക്സിൻസിന്റെ ഡിപ്പോസിഷൻസ് അല്ലെങ്കിൽ ടോക്സിൻസ് ഫോം ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. അതായത് അതിനാണ് നമ്മൾ ആമ ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഈ ആമ ഫോർമേഷൻ പല പല അസുഖങ്ങൾക്ക്, പല പല രോഗങ്ങളുടെ പ്രധാന ആധാരമായിട്ടുള്ള കാരണമായിട്ടാണ് ആയുർവേദം കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന രോഗങ്ങളെ തടയാനോ അല്ലെങ്കിൽ അതിനെതിരെയായിട്ടുള്ള ചികിത്സാ രീതികൾ തന്നെ 2 തരത്തിലാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഒന്ന് ശമന ചികിത്സകൾ, ഒന്ന് രണ്ടാമത് ശോധന ചികിത്സകൾ. ശമന ചികിത്സകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അകത്ത് കഴിക്കുന്ന അല്ലെങ്കിൽ ഇന്റേണലി കഴിക്കുന്ന മെഡിക്കേഷൻസ് ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുക. ശമനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടായ ആമ ദോഷത്തിനെ അവിടെ തന്നെ സബ്സൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ സബ്സൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശമന ചികിത്സയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശോധന ചികിത്സയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉണ്ടായിരിക്കുന്ന ആമദോഷങ്ങളെ ശരീരത്തിന് പുറത്തേക്ക് കളയുന്ന പ്രോസസ്സിനാണ് നമ്മൾ ശോധന ചികിത്സകൾ എന്ന് പറയുന്നത്. അത് പല രീതിയിൽ ചെയ്യാറുണ്ട്. ആ പല രീതികളിൽ പറയുന്ന ആ ഒരു ശോധന ചികിത്സകളെയാണ് പ്രധാനമായിട്ട് പഞ്ചകർമ്മ ചികിത്സകൾ എന്ന് പറയുന്നത്. പഞ്ചകർമ്മം, അതായത് 5 കർമ്മങ്ങളാണ് പഞ്ചകർമ്മം. 5 കർമ്മങ്ങൾ എന്ന് പറയുന്നത് വമനം, വിരേചനം, അനുവാസനവസ്തി, ആസ്ഥാപനവസ്തി, നസ്യം എന്നിങ്ങനെ 5 ചികിത്സാ രീതികളാണ് പ്രധാനമായിട്ട് പഞ്ചകർമ്മ ചികിത്സയിൽ പറയുന്നത്. ഇതിൽ തന്നെ ആചാര്യ സുശ്രുതൻ അതിൽ രക്തമോക്ഷണം എന്നൊരു തരം ചികിത്സാ രീതിയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെ പ്രധാനമായിട്ട് ഈ 5 കർമ്മങ്ങളെയാണ് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വമന ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കലി വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിനാണ് വമന കർമ്മം എന്ന് പറയുന്നത്. വിരേചന കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെഡിസിൻ എക്സ്റ്റേണലി കൊടുത്ത് പെർഗേഷൻ അല്ലെങ്കിൽ ഒരു ശോധന ഉണ്ടാക്കുന്നതിനാണ് വിരേചന കർമ്മങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് വസ്തി പ്രൊസീജിയേഴ്സ് ആണ്. വസ്തിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പഞ്ചകർമ്മങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് വസ്തി. അത് തന്നെ 2 തരമുണ്ട്: അനുവാസന വസ്തി, ആസ്ഥാപന വസ്തി. അത് നമ്മൾ അത് മലദ്വാരം വഴി നമ്മൾ മരുന്നുകൾ അകത്തേക്ക് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ദ്രവ്യങ്ങളുടെ വ്യത്യാസങ്ങൾ അനുസരിച്ച് അതിനെ അനുവാസനവസ്ഥയെന്നും ആസ്ഥാപനവസ്ഥയെന്നും 2ആയി തരംതിരിക്കുന്നു. പിന്നെ വരുന്നത് നസ്യ ചികിത്സകളാണ്. നസ്യ ചികിത്സ എന്നാൽ നമ്മുടെ മൂക്കിലൂടെ അല്ലെങ്കിൽ നാസാദ്വാരത്തിലൂടെ മരുന്നുകൾ അകത്തേക്ക് കൊടുത്ത് ശോധനം ചെയ്യുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ നസ്യ ചികിത്സ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആചാര്യ ചരക്കൻ്റെ അനുസരിച്ചുള്ള രക്തമോക്ഷണ ചികിത്സകൾ. രക്തമോക്ഷ ചികിത്സകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലീച്ചസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് വെയിനിൽ ചെറിയ പഞ്ചർ ഉണ്ടാക്കിയോ അതല്ലാത്ത പല മാർഗങ്ങളിലൂടെ ആവരണജന്യമായിട്ടുള്ള രക്തം പുറത്ത് കളയുന്ന കുറച്ച് പ്രൊസീജിയേഴ്സാണ് ഈ രക്തമോക്ഷം എന്ന് പറയുന്നത്. ഈ പറയുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയും കൂടെ ഒന്നിച്ച് ഒരു ടേമായിട്ട് പറയുന്നതാണ് ഈ പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ്. ഇത് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 3 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുക. ആദ്യം പൂർവ്വകർമ്മങ്ങൾ, പ്രധാന കർമ്മങ്ങൾ, പശ്ചാത് കർമ്മങ്ങൾ, അങ്ങനെ 3ആയിട്ടാണ് നമ്മളെല്ലാ പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സും ചെയ്യുന്നത്. പൂർവ്വകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബോഡി, അപ്പം നമ്മളൊരു ശോധന പ്രൊസീജിയർ ചെയ്യാനായിട്ട് ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ പൂർവ്വകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് സ്നേഹകർമ്മങ്ങളും സ്വേദകർമ്മങ്ങളും വരും. അതായത് സ്നേഹകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റേണലിയും എക്സ്റ്റേണലിയും ശരീരത്തെ സ്നിഗ്ധമാക്കുന്ന ട്രീറ്റ്മെന്റ്സിനാണ് സ്നേഹകർമ്മങ്ങൾ എന്ന് പറയുന്നത്.
സ്വേദന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ബോഡിയെ സ്വെറ്റ് ചെയ്യിക്കുന്ന എന്ത് ട്രീറ്റ്മെൻറ്റിനും സ്വേദന കർമ്മങ്ങളെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കിഴികൾ, സ്റ്റീം ബാത്ത് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ സ്വേദന കർമ്മങ്ങളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും ബോഡി പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് പഞ്ചകർമ്മം പോലുള്ള എല്ലാ പ്രധാന കർമ്മങ്ങളും ചെയ്യുന്നത്. ഈ പ്രധാന കർമ്മങ്ങൾക്ക് ശേഷം നമ്മൾ പശ്ചാത് കർമ്മങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സെറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നുണ്ട്. അത് നമ്മളെപ്പോഴും നമ്മൾ ഓൾറെഡി ഇപ്പോൾ പർഗേറ്റീവ് പോലുള്ള അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ വോമിറ്റിംഗ് പോലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ബോഡിയെ അതിൻ്റെ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഹെൽത്തി റെജിമെനാണ് പശ്ചാത് കർമ്മങ്ങളിൽ വരുന്നത്. പശ്ചാത് കർമ്മങ്ങളിൽ നമ്മൾ ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണ രീതികൾ, ഡയറ്റ്, ചെയ്യേണ്ട പഥ്യാപഥ്യങ്ങൾ അതെല്ലാം പ്രോപ്പർലി ഫോളോ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഈ പഞ്ചകർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ച എല്ലാ ബെനിഫിറ്റും ലഭിക്കുകയുള്ളൂ.